സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ പീസ് ടോക്ക് ഒരു 5 റൗണ്ടുകൾ കഴിഞ്ഞെങ്കിലും അതൊരു പാക്റ്റിലേക്ക് എത്താൻ, ഒരു അഗ്രിമെന്റിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള സംഗതിയാണ്. ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന, താല്പര്യത്തോടെ വീക്ഷിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇറാൻ അമേരിക്കയുമായി ഒരു അഗ്രിമെന്റിൽ എത്തുകയും അതിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പൂർണ്ണമായും ഒഴിവാക്കുകയും ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ നിലകൊള്ളുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇറാനെ സമ്മതിപ്പിച്ച് ഈ ആക്രമണം, ഒരു മിലിറ്ററി ആക്ഷൻ ഒഴിവാക്കണം എന്ന താല്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ഇറാനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു എഗ്രിമെന്റിലെത്തി അവരുടെ മേലെ ഏർപ്പെടുത്തിയുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കി രാജ്യത്തിന് സുഗമമായി മുന്നോട്ട് പോകണം എന്ന താല്പര്യമാണ് ഇറാനുള്ളത്. ഇതിൽ ഭരണ നേതൃത്വത്തെ സംബന്ധിച്ച്, പെഷേസ്കിയാന്റെ നേതൃത്വമുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരെ ഏതു തരത്തിലുള്ള എഗ്രിമെന്റിൽ എത്തിപ്പെടാനും അവരെ സംബന്ധിച്ച് സാമ്പത്തിക ഉപരോധം പിൻവലിക്കപ്പെട്ട് രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കാനും അവർക്ക് താല്പര്യമുണ്ട്. നേരെ മറിച്ച് ഖമനേയുടെ നേതൃത്വമുള്ള മത നേതൃത്വത്തിനും മത പോലീസ് മാറി വന്ന പട്ടാളത്തിനും, ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന പട്ടാളത്തിനും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ള ആ ഒരു കണ്ടീഷനോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവുന്നില്ല. അവരെ സംബന്ധിച്ച് പീസ് പർപ്പസിനുള്ള 4% താഴെ വരെ എത്തുന്ന യുറേനിയം എൻറിച്ച്മെന്റിലേക്ക് ഉള്ള ആ ഒരു അനുവാദം അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പീസ് ടോക്കും വേണ്ട എന്നുള്ളതാണ് ഖമനേയുടെയും പട്ടാളത്തിന്റെ നിലപാട്. നേരെ മറിച്ച് ഇസ്രായേലിന്റെ നിലപാട് ഒരു തരത്തിലുള്ള എൻറിച്ച്മെന്റും അവിടെ പാടില്ല. അവർക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് റൺ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ 4% താഴെ എൻറിച്ച്മെന്റുള്ള യുറേനിയം അവർക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ US അത് കൊടുക്കുന്നതാണ്. ആ നിലയിലാണ് ആ ടോക്ക് അവിടെ നിൽക്കുന്നത്. അപ്പം അവിടെ തട്ടിയാണ്, ഈ ഒരു വിഷയത്തിൽ തട്ടിയാണ് ഈ ടോക്ക് നിൽക്കുന്നത്. വേറെ ഒരു വിഷയമുള്ളത്, ഇറാന്റെ യുറേനിയം സ്റ്റോക്ക് പൈൽ ഇതുവരെ അവർ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ അടുത്ത് എൻറിച്ച്ഡ് യുറേനിയം ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുകൂടാതെ ചില ആളുകൾ പറയുന്നു അവരുടെ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ കണക്കനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസ് വാച്ച് ഡോഗിന്റെ കണക്കനുസരിച്ച് അവിടെ ധാരാളം എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്, 400 കിലോകളുണ്ട്. അപ്പൊ അത് വേറൊരു രാജ്യത്തേക്ക് മാറ്റണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ, അതും ഇറാനെ സംബന്ധിച്ച് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭരണ നേതൃത്വം, പെഷേസ്കിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണ നേതൃത്വം അതിന് സമ്മതിക്കാൻ തയ്യാറാണ്. നേരെ മറിച്ച് പട്ടാളവും ഖമനയും അത് സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പൊ ഇതുപോലെ ഈ 2 വിഷയങ്ങളാണ് ശരിക്കും ഇവിടെ തട്ടി നിൽക്കുന്ന വിഷയം. അപ്പൊ ഇതിന് ഇടയിലൂടെ ഒമാൻ ഇതിൽ നെഗോഷിയേറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കൊക്കെ, സൗദി അറേബ്യ പ്രത്യേകിച്ചും പീസ് പർപ്പസിനുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്കുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ഇത്തവണ ട്രംപ് സൗദി അറേബ്യയിൽ വന്ന സമയത്ത് വെച്ചിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷനിൽ താല്പര്യമുണ്ട്, ഒമാന് താല്പര്യമുണ്ട്, ഖത്തറിന് താല്പര്യമുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷനിൽ താല്പര്യമുണ്ട്. അത് അമേരിക്കയുമായി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പവർ പ്രൊഡക്ഷൻ, അമേരിക്കൻ ടെക്നോളജി, അമേരിക്കൻ സൂപ്പർവിഷൻ. അപ്പോൾ വിറ്റ്കോഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഒമാൻ വെച്ച ഒരു പ്രപ്പോസൽ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുക. അതായത് ഈ രാജ്യങ്ങൾക്കെല്ലാം ന്യൂക്ലിയർ ഫ്യൂവൽ ആവശ്യമുണ്ട്. സൗദി അറേബ്യയ്ക്ക് ആവശ്യമുണ്ട്, ഇനി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ന്യൂക്ലിയർ പവർ പ്രൊഡ്യൂസ് ചെയ്യണം, അവർക്ക് ആവശ്യമുണ്ട്. ഒമാൻ അത് സ്റ്റാർട്ട് ചെയ്യണം, അവർക്ക് ആവശ്യമുണ്ട്. ഖത്തർ സ്റ്റാർട്ട് ചെയ്യണം, അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള 4% താഴത്ത് 3.73% ആണ് അതിനാവശ്യമായിട്ടുള്ള എൻറിച്ച്മെന്റ്. ആ എൻറിച്ച്മെന്റിൽ എത്തുന്ന ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി, എൻറിച്ച്മെന്റ് പ്ലാൻ ഇറാനിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒമാൻ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ. വിറ്റ്കോഫിനെ സംബന്ധിച്ച് ഇത് ഒരു പരിധിവരെ ആക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുന്നു. അത് വെച്ചുകൊണ്ടുള്ള ഒരു ഇന്ററിം എഗ്രിമെന്റിലേക്ക്, ഒരു താൽക്കാലിക കരാറിലേക്ക് എത്തിച്ചേരാൻ അമേരിക്കയ്ക്ക് താല്പര്യമാണെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ആദ്യമേ പറയുന്ന ഒരു സംഗതിയാണ്, ഇന്ററിം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി പറ്റില്ല, ഒരു പെർമനന്റ് സെറ്റിൽമെന്റേ പറ്റുള്ളൂ, അത് എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയോടുകൂടി ആവാനും പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നിലപാട്. അപ്പൊ ഈ നിലപാടിൽ നിന്ന് ഇസ്രായേലിനെ പുതിയ ഈ ഒരു കൺസോർഷ്യം, ന്യൂക്ലിയർ കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരാൻ അമേരിക്ക സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപ്പോസ് ചെയ്യപ്പെട്ട സംഗതി അനുസരിച്ച്
3.73% വരെയുള്ള എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അത് ഇറാനിൽ ഏർപ്പെടുത്തുക. അവിടെ 3.73% ഉള്ള എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടാക്കുകയും അത് ഈ പറഞ്ഞ എല്ലാ അറബ് രാജ്യങ്ങൾക്കുമായി ഷെയർ ചെയ്യുകയും അങ്ങനെ എല്ലാവരും ന്യൂക്ലിയർ പവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രപ്പോസൽ. ഇത് എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണ്? ഖമനേയി നേരിട്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എയ്ഡ് ആയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള ആളുകൾ ഈ ഒരു കണ്ടീഷൻ അവർക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇറാൻ എത്രത്തോളം വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്, ഇവർ ഇതിൻ്റെ മറവിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ സംശയമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ പവർ, അവരൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി വെച്ചാൽ തന്നെ ഒരു യുദ്ധത്തിലൊന്നും അവർക്കത് ഉപയോഗിക്കാനാവില്ല. പക്ഷേ അത് ഒരു ഈ ഹമാസിൻ്റെയും അല്ലെങ്കിൽ ഇറാൻ്റെ കൈകളായിട്ടുള്ള എല്ലാ ഭീകരപ്രവർത്തകരും നിരന്തരമായി ചെയ്യുന്ന പണി ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിക്കുക എന്നതാണ്. 1971 ഇത് ചെയ്തിട്ടുണ്ട്, ഹമാസ് ഇപ്പോഴിത് ചെയ്തിട്ടുണ്ട്, 67 വാറിന് മുൻപ് ഇത് ചെയ്തിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിക്കുക എന്നുള്ളത് സ്ഥിരമായി അറബ് മേഖലയിൽ പ്രത്യേകിച്ചും ഈ ഭീകരപ്രവർത്തകർ എടുത്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇത് ഇറാനെ സംബന്ധിച്ചും ഇറാൻ്റെ കൈകളാണ് ഈ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അത്തരം ഒരു നാടകവുമായി പ്രത്യക്ഷപ്പെടുമോ? ഇസ്രായേലിന് തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന് നേരെ ഒരു ആറ്റം ബോംബ് പ്രയോഗിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഭയം. അപ്പോൾ അതിലേക്കുള്ള എൻറിച്ച്മെന്റിലേക്ക് എത്തത്തക്ക രീതിയിൽ എന്തെങ്കിലും സൂത്രങ്ങൾ ഇവർ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2015 3.73% മാത്രം എൻറിച്ച്മെന്റ് യുറേനിയം ഉണ്ടായിരുന്ന ഇറാൻ ഇപ്പോൾ 90% എൻറിച്ച്മെന്റ് ഉള്ള യുറേനിയം കൈവശം വെച്ചിരിക്കുകയാണ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ റിയാക്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ആറ്റത്തിനകത്ത് അതിന് സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോൺസ് എല്ലാം പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇപ്പോൾ ന്യൂക്ലിയസ് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഒരു ആറ്റത്തിൻ്റെ 1,00,000 മാത്രമാണ് ന്യൂക്ലിയസിൻ്റെ വോളിയം. വളരെ കോമ്പാക്റ്റ് ആണ്, വളരെ ചെറുതാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസ്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ഫുട്ബോൾ പോലെയാണ് ന്യൂക്ലിയസ് പറയാറുണ്ട്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരു ഫുട്ബോൾ വെച്ചാൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഒരു ആറ്റത്തിൻ്റെ മൊത്തം സൈസും അതിന് ന്യൂക്ലിയസ് തമ്മിലുള്ളത്. സോ ന്യൂക്ലിയസ് ഈസ് സോ സ്മോൾ. അപ്പോൾ ആ ചെറിയ സ്ഥലത്താണ് ഈ പ്രോട്ടോണുകളെല്ലാം കൂടെ തിങ്ങിക്കൂടിയിട്ടുള്ളത്. ഈ പ്രോട്ടോണുകൾക്കെല്ലാം പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അത് റിപ്പൽ ചെയ്യും. അതിൻ്റെ റിപ്പൽഷൻ ഒഴിവാക്കാൻ ന്യൂക്ലിയസിനകത്തുള്ള സംവിധാനമാണ് ഈ ന്യൂട്രോൺ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ പ്രോട്ടോണുകൾക്കിടയിൽ ന്യൂട്രോണുകളെ തിരികെ വെച്ചുകൊണ്ടാണ് ഈ ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോൺ റിപ്പൽഷൻ ഇല്ലാതാക്കുന്നത്. പക്ഷേ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നുണ്ടാകുന്ന ഒരു സാധനമാണെന്ന് നമുക്കറിയാം. പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നിട്ടാണ് അതിന് ചാർജ് ഇല്ലാതെ പോയത്. അവരും കുഴപ്പക്കാരൻ തന്നെയാണ്, അതിനുള്ളൊരു ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആറ്റങ്ങൾക്കുള്ളിൽ ഈ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലൊരു ബാലൻസ് ഉണ്ട്. കാൽഷ്യം വരെയുള്ള ആറ്റങ്ങളിൽ അത് 20-20 1:1 ആണ്. പിന്നീട് ആറ്റങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് അഥവാ ന്യൂക്ലിയസ് വലുതാവുന്നതിനനുസരിച്ച് ന്യൂട്രോണിൻ്റെ എണ്ണം കുറേശ്ശെ കൂടി വരും. അങ്ങനെ യുറേനിയം 238-ൽ 92 പ്രോട്ടോണുകളാണുള്ളത്. ബാക്കി 238-ൽ ബാക്കിയുള്ളതെല്ലാം ന്യൂട്രോണുകളാണ്. അപ്പോൾ ഈ ന്യൂട്രോണുകളുടെ ജോലി ഈ പ്രോട്ടോണുകൾ തമ്മിലുള്ള വഴക്ക്, റിപ്പൽഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് യുറേനിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് യുറേനിയം 235. യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പിനകത്ത് പ്രോട്ടോണുകളുടെ എണ്ണം 92 തന്നെയാണ്. യുറേനിയം 238 ഉള്ളതിനേക്കാളും 3 ന്യൂട്രോൺസ് കുറവേ ഈ യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പിലുള്ളൂ. സ്വാഭാവികമായിട്ടും പ്രോട്ടോൺ റിപ്പൽഷൻ കൂടുതലാവുകയും അങ്ങനെ ആ റിപ്പൽഷൻ്റെ ഫലമായി ഈ ന്യൂക്ലിയസ് പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ന്യൂക്ലിയസ് പൊട്ടി 2, 3, 4 കുഞ്ഞ് ആറ്റങ്ങളായി മാറുന്നു. ആ കുഞ്ഞ് ആറ്റങ്ങൾ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ 2, 3 ന്യൂട്രോൺസ് ഇതിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകും. അപ്പം യുറേനിയം 235ൻ്റെ ന്യൂക്ലിയസ് പൊട്ടി 2, 3 കുഞ്ഞു ന്യൂക്ലിയസുകൾ, ബിസ്മത്ത്, ലെഡ് ഇങ്ങനെയുള്ള കുഞ്ഞു ന്യൂക്ലിയസുകളായി മാറുകയും അതിനിടയിലൂടെ 2, 3 ന്യൂട്രോൺസ് അതിനകത്ത് തെറിച്ചു പോയി. ഈ തെറിച്ചു പോകുന്ന ന്യൂട്രോൺസ് തൊട്ടടുത്തുള്ള യുറേനിയം 235 ആറ്റങ്ങളുടെ ഉള്ളിൽ ചാടിക്കയറും. ഈ ന്യൂട്രോണുകൾ, അതിനകത്തിരിക്കുന്ന ന്യൂട്രോണൊക്കെ, ഒരു ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂട്രോൺസ് ഒക്കെ അവിടെ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോൺസാണ്. ഈ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോൺസിനകത്തേക്ക് ഈ റിലീസ് ചെയ്യപ്പെട്ട ന്യൂട്രോൺ, അതിനൊരു വേഗതയുണ്ട്. ആ വേഗതയുള്ള ന്യൂട്രോൺ ഒരു ബുള്ളറ്റ് കയറുന്നത് പോലെ മറ്റേ ന്യൂക്ലിയസിനകത്തേക്ക് കയറി ചെല്ലും. ഇപ്പോൾ ഒരു ബുള്ളറ്റ് ഒരു ന്യൂക്ലിയസിനകത്ത് കയറി ചെല്ലും, നമ്മളൊരു സാധനത്തെ വെടിവെക്കുന്നവരാണ്. ഒരു ബുള്ളറ്റ് കയറുന്നത് പോലെ ഈ ന്യൂട്രോൺ പെട്ടെന്ന് അടുത്ത യുറേനിയം 235 ന്യൂക്ലിയസിനകത്തേക്ക് ചാടിക്കയറും. ആ ചാടിക്കയറുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി, അതിൻ്റെ വേഗം, ആ വേഗത
ബാക്കിയുള്ള ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനും ഒക്കെ കിട്ടുകയും ആ ന്യൂക്ലിയസും പൊട്ടിപ്പോവുകയും ചെയ്യും. അതിനകത്ത് നിന്ന് വീണ്ടും 3 റിലീസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ആറ്റം പൊട്ടി 3 ന്യൂട്രോൺ വന്നു, അത് 3 ആറ്റങ്ങളെ പൊട്ടിക്കും. ആ 3 ആറ്റങ്ങളിൽ നിന്ന് 9 ന്യൂട്രോൺ വന്നു, അത് 9 ആറ്റങ്ങളെ പൊട്ടിക്കും. ഈ 9 × 3 27 ന്യൂട്രോൺ അടുത്തതിൽ വന്നത്. അപ്പോൾ 27 ആറ്റങ്ങൾ. ഇതാണ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ന്യൂക്ലിയസുകൾ പൊട്ടി ന്യൂക്ലിയസ് പൊട്ടുന്നതിനനുസരിച്ച് ഭീകരമായ എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ തിയറി. അപ്പോൾ നമ്മളൊരു 4% കോൺസെൻട്രേഷനുള്ള ഒരു ന്യൂക്ലിയർ ഫ്യൂവൽ പവർ സ്റ്റേഷൻസിൽ ഉപയോഗിക്കുന്നത്. അതിനകത്തും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ സംഭവിക്കുമ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം പരിമിതമാണ്. കാരണം എൻറിച്ച്മെൻറ്റ് 3.73% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യുറേനിയം 235ൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായതുകൊണ്ട് ഈ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോൺസിൻ്റെ എണ്ണവും പരിമിതമായിരിക്കും. അതുകൊണ്ട് റിയാക്ഷൻ നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി അഥവാ നിയന്ത്രണം വിട്ടുപോയാൽ യുറേനിയം ഇങ്ങനെ റോഡുകളുടെ രൂപത്തിലാണ് വെച്ചിട്ടുണ്ടാവുക. അതിനടുത്തേക്ക് ലെഡിൻ്റെ റോഡുകൾ ഇൻസാർട്ട് ചെയ്യും. ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ ലെഡിൻ്റെ റോഡുകൾ ഇതിൻ്റെ ഇടയിൽ ഇൻസാർട്ട് ചെയ്യുമ്പോൾ ലെഡ് ഈ അധികമുള്ള ന്യൂട്രോൺസിനെ വലിച്ചെടുത്ത് റിയാക്ഷനെ സ്ലോ ആക്കും, കൺട്രോൾ നിർത്താൻ പറ്റും. ഈ ലെഡിൻ്റെ റോഡുകൾക്ക് കൺട്രോൾ റോഡ് എന്നാണ് പറയുന്നത്. ഈ ടെക്നിക്കാണ് സാധാരണ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ചെയ്യുന്നത്. ഈ ശരിക്കും ഒരു ന്യൂക്ലിയർ ബോംബിൽ യുറേനിയം 235ൻ്റെ കോൺസെൻട്രേഷൻ 90% ആണ്. അതിനകത്ത് റിലീസ് ചെയ്യപ്പെടുന്ന ഓരോ ന്യൂട്രോൺസും തൊട്ടടുത്ത ആറ്റങ്ങളിൽ പ്രവേശിക്കുകയും പ്രകാശവേഗത്തിൽ ആ ഡിവൈസ് പൊട്ടിത്തെറിക്കുകയും ധാരാളം ഊർജ്ജം പുറത്തു വരികയും ചെയ്യും. ഇതാണ് ഒരു ന്യൂക്ലിയർ ബോംബും ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും പ്രവർത്തിക്കുന്ന സെയിം പ്രിൻസിപ്പിളിലാണ്. ഒരെണ്ണത്തിനകത്ത് കൺട്രോൾഡ് റിയാക്ഷനാണ്, വേറൊന്നിൽ അൺകൺട്രോൾഡ് റിയാക്ഷനാണ്. ആ റിയാക്ഷൻ്റെ വേഗത പ്രകാശവേഗതയാണ്. അത്ര വേഗം അതിഭയങ്കരമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യും. ഇപ്പം നമ്മൾ വിചാരിക്കരുത് ഒത്തിരി. ഇപ്പം അവിടെ നാഗസാക്കിയിൽ ഇട്ട ബോംബിൽ അത് ഏകദേശം 65 കിലോയുള്ള ഒരു ബോംബാണ് ഉപയോഗിച്ചത്. ഈ 65 കിലോ യുറേനിയവും എനർജിയായി മാറിയെന്ന് മാറ്റുന്നത് E = mc² വെച്ചിട്ടാണ് മാസ് ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. ഈ ഒരു യുറേനിയം ന്യൂക്ലിയസ് പൊട്ടുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ന്യൂക്ലിയസിലെ ഡോട്ടർ ന്യൂക്ലിയ എന്നാ വിളിക്കുക, മക്കളെന്നാ വിളിക്കുക. അപ്പോൾ ഈ യുറേനിയം ന്യൂക്ലിയസിൻ്റെ വെയിറ്റും ഈ ഉണ്ടായിട്ടുള്ള പുതിയ ഡോട്ടർ ന്യൂക്ലിയറുടെ വെയിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ആ വെയിറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരും, വളരെ ചെറിയ വ്യത്യാസം. യുറേനിയത്തിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലും ഈ മക്കളുടെ വെയിറ്റ് കുറച്ച് കുറവുമായിരിക്കും. അപ്പോൾ കുറച്ച് വെയിറ്റ് കാണാതായി പോയിട്ടുണ്ട്. ആ കാണാതായി പോയ വെയിറ്റാണ്, അതിന് മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കും. അതാണ് ഊർജ്ജമായി മാറുന്നത്. പക്ഷേ E = mc², മാസ് ചെറുതാണെങ്കിലും സി എന്നുള്ളത് പ്രകാശത്തിൻ്റെ വേഗവും അത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററും ആയതുകൊണ്ട് c² എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റി ഇയെ അല്ലെങ്കിൽ എനർജീനെ ഒത്തിരി വലുതാക്കും. അപ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് തന്നെ വലിയ എനർജി റിലീസ് ചെയ്യും. ആറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ, വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആറ്റങ്ങൾ എത്രയോ വലുതാണ്. 10⁻23 ആ ലെവലിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ തലയിൽ ഒതുങ്ങാത്ത നമ്പറാണ്, അതങ്ങ് വിട്ടേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 65 കിലോ ഉണ്ടായിരുന്ന ആറ്റം ബോംബിൽ നിന്ന് എത്ര മാസ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നറിയാമോ? കൺവേർട്ട് ചെയ്യപ്പെട്ടത് 0.7 മില്ലിഗ്രാമാണ്. 0.7 മില്ലിഗ്രാം 0.7 മില്ലിഗ്രാം എനർജിയായി മാറിയ സമയത്താണ് നമ്മൾ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ ആ നാശം കണ്ടത്. വെറും 0.7 മില്ലിഗ്രാം മാസസ് കൺവേർട്ടഡ് ഇൻടു എനർജി, അതിൻ്റെ ഇഫക്റ്റ് അവിടെ കണ്ടത്. അപ്പം അത്രത്തോളം ഭീകരമാണ് ഒരു ആറ്റം ബോംബ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കി.